ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും സമാധാനവും സർവ്വ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇനി നമുക്ക് നല്ലൊരു ക്രിസ്മസ് സ്പീച്ചിലേക്ക് പോകാം. ലോകരക്ഷകന്റെ തിരുജനനം അറിയിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കൂടി വന്നണയുകയെ ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. പിന്നിലെ നക്ഷത്രം മണ്ണിലൊഴിച്ചതിൻ്റെ പുണ്യദിനമായ ക്രിസ്മസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലോകരക്ഷകനായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ഒരു രാജകൊട്ടാരത്തിൽ പിറക്കുന്നവനെയായിരുന്നു. എന്നാൽ ആരോരും അറിയാതെ കാലികൾ മേയുന്ന വെളുത്തൊഴുത്തിൽ ജനനം കൊണ്ട യേശുക്രിസ്തു നമ്മൾക്ക് അറിയിച്ചു തരുന്നത് എളിമയുടെയും ത്യാഗത്തിൻ്റെയും സന്ദേശമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യജിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. എന്തെല്ലാം തോരണങ്ങൾ, അലങ്കാരങ്ങൾ, ആഘോഷങ്ങൾ നടത്തിയാലും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചില്ല എങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി എളിമപ്പെട്ടില്ല എങ്കിൽ, സ്വാർത്ഥ ചിന്താഗതിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ദൈവമായിരിക്കെ തൻ്റെ സാക്ഷാലുള്ള മഹാത്മ്യം കണക്കിലെടുക്കാതെ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന പുണ്യവാനായ യേശുക്രിസ്തു താൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുവാനും വന്നവനാണ്. തൻ്റെ ക്രൂശിലെ അവസാനത്തോടെ രക്തം പോലും മനുഷ്യർക്ക് വേണ്ടി ഊറ്റി തന്നുകൊണ്ട് തൻ്റെ സ്നേഹം മനുഷ്യർക്ക് പ്രകടമാക്കി. സിഹിയോൻ മാളികയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകിക്കൊണ്ട് തൻ്റെ എളിമയും സ്നേഹവും വിനയവും അവിടെയും പ്രകടമാക്കി. അന്ന് യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് കാലികളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരെ മാലാഖ വൃന്ദങ്ങൾ അറിയിച്ച ഒരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട, ഇതാ ലോകരക്ഷകൻ നിങ്ങൾക്കായി പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ ഗ്ലോറിയ നാദങ്ങളോടൊപ്പം നമുക്കും ഇങ്ങനെ പാടാം. അത്യുന്നതങ്ങളിൽ മഹത്വവും ഭൂമിയിൽ സംപ്രീതിയും പാടി മാലാഖമാർ. നമുക്കും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ, അങ്ങനെ എല്ലാ രീതിയിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കാനും ഉള്ള മനസ്ഥിതിയോടുകൂടിയും നമ്മുടെ അലങ്കാരങ്ങളെക്കാൾ പുൽക്കൂടുകളേക്കാൾ ദൈവം മഹിമ കണ്ടെത്തുന്നത് നമ്മുടെ ഹൃദയത്തിൽ യേശു പിറക്കുമ്പോഴാണ്. യേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കുവാൻ, നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉരുവാകുവാൻ ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്രിസ്തുമസ് സന്ദേശം നിർത്തുന്നു. നന്ദി, നമസ്കാരം.